ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോം ടൂർ കേട്ടോ. അങ്ങനെയാണ് നമ്മളൊരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്യണം. അതിന് മുന്നേ ഞാനൊരു ഹോം ടൂർ ചെയ്യാണ്. ഈ ഫ്ലാറ്റ് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. ഒരുപാട് ഇഷ്ടമുള്ള ഫ്ലാറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ മാറേണ്ട അവസ്ഥ വന്നുകൊണ്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്കും വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഹോള്. അപ്പം ഇത് എൻ്റെ സാങ് ഫോട്ടോ ഒക്കെ വെക്കുന്നത് ഈ സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ജസ്റ്റ് ക്ലേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചുമ്മാ ഒരു ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. ഈ സ്റ്റാൻഡ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അതിൽ കുറച്ച് ലക്കി ബമ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതോ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഇതിലൊരു റഗ്ഗാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് നമ്മളിതുപോലെ ഗ്രാസ് പോംപോം ഗ്രാസ് എന്താ അതിന് പറയും, ആ സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ കണിക്കൊന്ന പോലത്തെ ചെടി വാങ്ങി വെച്ചതാണ്. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ക്ലേ ഒക്കെ വെച്ചിട്ട്, പുട്ടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കണ ഒരു ബോട്ടിലാണേ. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ അതേ ഈ വോൾ ഡെക്കറൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഓൺലൈനിൽ വാങ്ങിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ. ഇത് ഇവിടെ ഫോട്ടോ ഫ്രെയിം മേടിച്ച് വെച്ചിട്ടാണ്. ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ആനയൊക്കെ ആയിട്ടുള്ളത്, അതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ ഇതാണ് ഒരു ലുക്ക്. ഇനി ഇതൊക്കെ ഇളക്കി പറിച്ചെടുക്കണം ചുമരിന്ന്. അപ്പൊ നമ്മൾ ഈ ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അതിന് മുന്നേ ഞാനൊരു ഹോം ടൂർ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ കാണുന്ന സ്പോട്ട് കേട്ടോ. ശരിക്കും ഇവിടേക്ക് ലൈറ്റ് ഇടാണ്ട് തന്നെ ഈ റൂമിൽ ഫുള്ള് ഈ ഹോളിനകത്ത് നല്ല ബ്രൈറ്റ്നെസ് ആണ്. നല്ല വെന്റിലേഷൻ ഉള്ള റൂമാണ് ഇത് കേട്ടോ. ബാൽക്കണി ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ ഈ വിൻഡോയിലും ഒക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതെന്റെ സ്ട്രോബെറീസ് ആണ് കേട്ടോ. സ്ട്രോബെറിയുടെ ചെടികൾ വളർന്നു നിൽക്കുന്നതാണ്. മാറ്റി എല്ലാം വേറെ വേറെ ചെടികളാണ്, മാറ്റി കുഴിച്ചിട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഫ്ലാറ്റ് മാറുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മുടെ എല്ലാ ദിവസവും നമുക്കൊരു പൂ ഉണ്ടാവും എന്ന് പറയാറില്ല ഞാൻ, ആ പൂ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ഒരു ഓപ്പൺ ഗ്രൗണ്ട് ആയ കാരണം കൊണ്ട് തന്നെ ഇവിടേക്ക് നല്ല വെട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പിന്നെ നമുക്ക് എത്ര ടെൻഷനാണെങ്കിലും സന്തോഷമാണെങ്കിലും വയ്യെങ്കിലും ഒക്കെ ഈ സ്പോട്ടിലാണ് ഇരിക്കുക, ഇവിടെയാണ് ഇരിക്കുക. നമുക്ക് ഇവിടെ ഇങ്ങനെ ചാഞ്ഞ് ഇങ്ങനെ തല വെച്ചിരിക്കുമ്പോൾ നല്ല വെട്ടം ഉണ്ടാവും, നല്ല കാറ്റും ഉണ്ടാവും. എന്തോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ സ്പോട്ട് കേട്ടോ. പിന്നെ നമ്മുടെ മണി പ്ലാന്റ്സിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേയിലൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചെടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചെടികളാണ്. ഇനി പോകുന്ന ഫ്ലാറ്റിൽ ഇതൊക്കെ എങ്ങനെ വെക്കും എന്താന്ന് വലിയ ഐഡിയ ഇല്ല. അവിടെ ഒരു ചെറിയ ബാൽക്കണി ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ചൊക്കെ പുറത്ത് വെക്കാം. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇങ്ങ് വരെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ നമ്മുടെ അക്വേറിയം ഉണ്ട് കേട്ടോ. അപ്പൊ മീനൊക്കെ ഒരെണ്ണം ചത്തുപോയി, 2 ചത്തു അതിനകത്ത്. അതിന്റെ താഴെയായിട്ട് നമ്മൾ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിന് തന്നെ വേറൊരു വെറൈറ്റി ആണ്. ഇങ്ങനെ ഒരുപാട് നീളം വെക്കാണ്ട് എങ്ങനെ ഇതിൽ തന്നെ അങ്ങനെ വലുതായിട്ട് കുറെ എണ്ണം വന്ന് അങ്ങനെ നിൽക്കും, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഇത് നമ്മുടെ ലക്കി ബാമിന്റെ വേറൊരു വെറൈറ്റി ആണ്. ഇനി ഇത് നമ്മുടെ അലോവേരയുടെ കുഞ്ഞു സ്പ്രൗട്ട്സ് കുഞ്ഞേ മുളകൾ വന്നത് നമ്മളെടുത്ത് ഇങ്ങോട്ട് കുഴിച്ചിട്ടത് കേട്ടോ. അത് പിള്ളേർ ബോളൊക്കെ കളിച്ച് ഇതൊക്കെ ഒടിഞ്ഞു പോയി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹോളിലെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇതൊക്കെ ഇനി കാണിക്കാൻ പറ്റില്ല എന്ന് വരും. ചിലപ്പോൾ ഇളക്കി പറിച്ചെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി തീരും. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് അതിന്റെ ബാക്കിൽ ഇതൊക്കെ ആക്കി വെച്ച് ചുമരിൽ ഒട്ടിച്ചെന്നാണ്. ഇനി ഇളക്കി എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതൊരു വേസ്റ്റ് ബോർഡ് കിട്ടിയതാണ് കേട്ടോ. അതിന്റെ മുകളിൽ കുറെ വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ക്ലേയും പിന്നെ നമ്മുടെ മോപ്പിന്റെ ത്രെഡ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തായിരുന്നു. കീ ഹോൾഡർ ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തത്, അപ്പൊ അതുണ്ട്. പിന്നെ ഈ വോളിൽ ഇരിക്കുന്ന ഈ ക്ലോക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ബാറ്ററി മാറ്റണം. ഇനിയിപ്പോ അത് ഇളക്കി എടുക്കുമ്പോൾ ഒന്നിച്ച് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇളക്കി എടുക്കാന്ന് കരുതിയിട്ടാണ്. ഇതൊക്കെ ഇളക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല കേട്ടോ, നമുക്ക് പൊട്ടിപ്പോവും. ഡബിൾ ടേപ്പും അല്ല, അതിന്റെ സൈഡിലൊക്കെ ചിലതൊക്കെ ഡബിൾ ടേപ്പ് വെച്ചിട്ടുള്ളതും ചിലതൊക്കെ ഇവിടെ ഓൾറെഡി ഒരു സ്ഥലത്ത് ബ്രേക്ക് ആയിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇളക്കി എടുക്കുമ്പോൾ കിട്ടുമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ഇവിടെ എക്സ്ട്രാ ഒരു ബെഡ് ഇട്ടിട്ടുണ്ടായി അമ്മമാരൊക്കെ വരുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ഷൂ റാക്കാണ്. അപ്പം ഇവിടെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാൻഡിൽ, ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ കുഞ്ഞു ചെറിയ ഡെക്കർ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നെയിൽ ആർട്ടിന്റെ സംഭവങ്ങളാണ്. ഞാൻ നെയിൽ നെയിൽമ യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ എടുത്ത് ഭംഗിക്ക് ഇങ്ങനെ വെച്ചേക്കണമെന്ന് മാത്രം.
ഇതൊക്കെ കണ്ടോ, ലവ് എന്ന് എഴുതിയിട്ട് ചെറിയ ചെറിയ സംഭവങ്ങള്. അതേ നമ്മുടെ മയിൽപ്പീലി, വിളക്ക് സംഭവങ്ങളൊക്കെ. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ചെയ്തിരുന്ന കുറച്ച് ആർട്ടാണ്. അതൊക്കെ ബോട്ടിലൊക്കെ പോസ്റ്റർ പെയിന്റ് ആയിരുന്നുകൊണ്ട് അതൊക്കെ ഇളകി ഇളകി പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ അറ്റം വരെ ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഇത് ബോട്ടിലാണ്, ചില്ലിന്റെ ബോട്ടിലാണ്, അതിന്റെ മുകളിൽ ചെയ്തിരിക്കുന്നത് ബോട്ടിൽ ആർട്സ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒന്നും വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായില്ല. ഇതൊക്കെ നമ്മള് ചില ടൈമിൽ നമ്മൾ ആകെ അങ്ങോട്ട് എന്താ പറയാ, ഫുൾ ഔട്ടായി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ ടൈമിലൊക്കെ നമുക്കൊന്നും കൂടെ ഒന്ന് മനസ്സിനൊന്ന് ഹാപ്പി ആയിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാനുള്ള ആ ഒരു മോട്ടിവേഷൻ എനിക്ക് ഇങ്ങനെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല കേട്ടോ. പിന്നെ അതായത് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബുക്സ് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. 1-2 വായിച്ചിട്ടുള്ളൂ. പിന്നെ അതിനുള്ള ഒരു ടൈം അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. ഇനിയിപ്പോ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ്. പിന്നെ ഇതിന്റെ മുകളില് നമ്മൾ ഇത് പണ്ടൊരു ചെയ്ത ഒരു പെയിന്റിംഗ് ആണ്, ഒരു ക്ലേ വർക്കാണ്. അതൊന്ന് നാശമായി പോയിട്ടുണ്ടായിരുന്നു, അതാണ് അതങ്ങനെ ഇരിക്കണേ. പിന്നെ നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ കബോർഡിനകത്ത് കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നാളെ ഗ്രൂപ്പിനകത്ത്, സോറി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇളക്കി പറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. പിന്നെ നമ്മൾ പണ്ട് കുറേ വർഷങ്ങൾ മുന്നേ വാങ്ങി വെച്ചേക്കുന്ന സ്റ്റിക്കറായിരുന്നു. അപ്പൊ അത് ഒട്ടിച്ച് റെഡി ആവുമെന്ന് അറിയാത്ത കാരണം ഇവിടെ ട്രയൽ അടിച്ചു നോക്കിയതാണ് കേട്ടോ. പക്ഷെ ശരിയായിരുന്നു, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഒരു ഇങ്ങനത്തെ ഒരു റഗ് ഞാൻ ടെമൂന്ന് വാങ്ങിയതാണ്. അത് പിന്നെ ഒരു ചെടി വാങ്ങിയിട്ട് വെച്ചു കേട്ടോ, ഒരു ടേബിൾമ ജസ്റ്റ് അങ്ങനെ കോർണറിൽ. പിന്നെ നമ്മുടെ ബാത്റൂമാണിത്, ബാത്റൂമാണ്. പിന്നെ നമുക്ക് ഒരൊറ്റ ബെഡ്റൂമാണ് കേട്ടോ, 1 ബെഡ്റൂം ഫ്ലാറ്റ് ആണത്. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ പിള്ളേരുടെ ബുക്സ് ഒക്കെ ഇരിക്കുന്ന സ്റ്റാൻഡ്, പിന്നെ നമ്മുടെ കുട്ടി മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ. അതെ ഇതിലൊക്കെ ഇയറിങ്സ് ആണ്, ഇതിലൊക്കെ ഇയറിങ്സ് ആണ്. പിന്നെ ഇതിനകത്തൊക്കെ നമ്മുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സൺസ്ക്രീൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തും കുറെ ഇയറിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കിങ്ങനെ ഒരു പരിപാടി ഉണ്ട്, കഴിഞ്ഞ സ്പ്രേ ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും കേട്ടോ. ചില സമയത്ത് ഓർമ്മയില്ലാണ്ട് എടുത്ത് കളയും, ഓർമ്മ ഉള്ളപ്പോൾ ചിലപ്പോൾ എടുത്ത് ഇങ്ങോട്ട് വെക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതും 3 വാങ്ങിയതാണ്. ഇതിന്റെ കളർ പെട്ടെന്ന് ഫെയ്ഡ് ആയിരുന്നു കേട്ടോ, എന്താ പറ്റിയെന്ന് അറിയില്ല, കളർ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബെഡ്. ഈ റൂമിൽ പ്രത്യേകത വെച്ചാൽ ഈ 2 വിൻഡോസിന്റെ കർട്ടൻസ് നീക്കി കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോ കാണിച്ചു തരാം. ഉണ്ടോ, അപ്പുറത്തൊരു ഗ്രൗണ്ട് ആയ കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെന്റിലേഷൻ ഉണ്ട്. ഇപ്പുറത്തത് ബിൽഡിങ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും നല്ല വെന്റിലേഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്ലാറ്റ് ആണിത്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മള് ബഹ്റൈനിൽ വന്നിട്ട് 14 years ആയി. അപ്പൊ ഇതിനകത്ത് നമ്മൾ 3-4 ഫ്ലാറ്റ് മാറിയത്, ഇത് 4ാമത്തെയാന്ന് തോന്നുന്നു. അപ്പൊ പക്ഷെ അതിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലാറ്റ് ആണത്. കാരണം നമുക്ക് ഭയങ്കര ചില്ലായിട്ട് ഇരിക്കാൻ പറ്റിയ, ചില ടൈമിലൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസ്, അതാണ് ഇത് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്ക് ഇവിടെ നല്ല കാറ്റും കിട്ടും, നല്ല രസമാണ്, അത്യാവശ്യം നല്ല വെന്റിലേഷൻ ഉണ്ട്. പിന്നെ നല്ല ഇവിടെ ചൂട് കുറവാണ്. ശരിക്കും ഇവിടെ സാധാരണ ഫ്ലാറ്റുകളെ അപേക്ഷിച്ച് ഇവിടെ ചൂട് കുറവാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ വിന്റർ സീസൺ ആണെങ്കിലും ഇവിടെ തണുപ്പും കുറവാണ്. ഒരുപാട് തണുപ്പ് അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ ബാൽക്കണി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അധികം തണുപ്പില്ലാതെ. പിന്നെ ഇടയിലുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് ഇത് 4th ഫ്ലോർ ആണ്. അപ്പം അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലാറ്റ്, ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വിട്ടിട്ട് പോകുമ്പോൾ എന്തൊക്കെയോ വിഷമമുണ്ട്. നമ്മൾ കിച്ചൺ കാണിച്ചിട്ടില്ല അല്ലേ, കിച്ചൺ കാണിക്കാട്ടോ. കിച്ചൺ ട്ടോ. അപ്പൊ കിച്ചൺ ഇങ്ങനെ ഓപ്പൺ കിച്ചൺ ആണ്. അപ്പൊ അതും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. എന്താ വെച്ചാല് നമുക്ക് എല്ലാവരും കൂടി ഇങ്ങനെ ഹാളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിച്ചണിൽ നിൽക്കുന്ന ആൾക്കും ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വേറെ നമ്മൾ അവിടെ പണിയെടുക്കുകയാണ്, അവരിവിടെ ഇരിക്കുകയാണ്, അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇവിടെ കുറച്ചിങ്ങനെ എനിക്കിങ്ങനെ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ഇവിടെ കിട്ടാവുന്ന വലിയ ചെലവില രീതിയിലൊക്കെ ഞാൻ അങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ. പിന്നെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലക്കി ബാബു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ ചിറ്റയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നതാണ്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, നമ്മൾ ടെമൂന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇത്. അപ്പൊ ഇങ്ങനെയാണ് കിച്ചൺ വരുന്നത്. ഈ സ്റ്റിക്കർ ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാന്ന് തോന്നുന്നു, നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട്
കൊണ്ടുവന്ന് ഒട്ടിച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ മുകളിൽ കിച്ചണിൽ കുറച്ച് പണിയൊക്കെ കിടക്കുന്നുണ്ട്, പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിന്റെ മുകളിൽ നമ്മൾ അലോവേരയും പിന്നെ അങ്ങനെ ഇത് എന്താ പറയാ പനിക്കൂർക്കയാണ് കേട്ടോ. ഇതൊരു മണി പ്ലാന്റ് ആണ്, അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻഡ് വീഡിയോ എടുക്കുമ്പോൾ വെക്കാനായിട്ട്, അതിന് കംപ്ലൈന്റ് വന്ന കാരണം കൊണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇത് ചെറിയ ടൊമാറ്റോന്റെ ഇങ്ങനെ വിത്ത് ഇട്ടിട്ട് മുളച്ചിരിക്കുന്നതാണ്. ചെറിയ ടൊമാറ്റോ അതിനകത്ത് എടുത്തിട്ടതാ കേടായപ്പോഴും, അപ്പൊ അത് മുളച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇതിലും മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സ്ട്രോബെറിയുടെ 2ാം വട്ടം ഞാൻ ആക്കിയതാണ്. അപ്പൊ വെള്ളം ഒഴിക്കാൻ മറന്നിട്ട് അതിനകത്തൊക്കെ ഉണങ്ങിപ്പോയി, 1-2 മുളച്ചിട്ടുള്ളൂ. അപ്പൊ അത് പിടിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫ്ലാറ്റിന്റെ ടൂറാണ്, ഒരു ഹോം ടൂർ പോലെ ചെയ്താണ്. ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫ്ലാറ്റ് ആണ്, ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അപ്പൊ ഇനി ഷിഫ്റ്റ് ചെയ്തിട്ട് പുതിയ ഫ്ലാറ്റിന്റെ ടൂർ ഞാൻ ഇടാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.